സംസ്ഥാന സർക്കാരിന്റെ ഉൾനാടൻ ജലപാത വികസന പദ്ധതിയുടെ ഭാഗമായാണ് ഈ വലിയ അടിസ്ഥാന സൗകര്യ പദ്ധതി യാഥാർത്ഥ്യമായത്. സംസ്ഥാന സർക്കാരും കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട് ലിമിറ്റഡും ചേർന്ന് രൂപീകരിച്ച കേരള വാട്ടർവേസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡാണ് പദ്ധതി നടപ്പിലാക്കുന്നത്. കോവളം മുതൽ ബേക്കൽ വരെ നീളുന്ന സമഗ്ര ജലപാത പദ്ധതിയുടെ ആദ്യഘട്ടമാണ് ആക്കുളം ചേറ്റുവ ഭാഗം. പാതയുടെ ഇരുവശങ്ങളിലും ബോട്ട് ജെട്ടികൾ നിർമ്മിച്ച് യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കാനാണ് പദ്ധതി. രാജ്യത്ത് തുരങ്കം ഉൾപ്പെടുന്ന ഏക ജലപാത എന്ന പ്രത്യേകതയും ഈ പദ്ധതിക്കുണ്ട്. വർക്കലയിലെ ചിലക്കൂർ തുരങ്കം 340 മീറ്റർ നീളമുള്ളതാണ്. കൂടാതെ ശിവഗിരി തുരങ്കം 722 മീറ്റർ ദൈർഘ്യമുള്ളതാണ്. ജലപാത ഈ തുരങ്കങ്ങളിലൂടെ കടന്നു പോകുന്നതിലൂടെ വിനോദസഞ്ചാര മേഖലയ്ക്കും വലിയ പ്രോത്സാഹനമാകുമെന്നാണ് വിലയിരുത്തൽ. ചരിത്രപരമായ പ്രാധാന്യമുള്ള ഈ തുരങ്കങ്ങൾ നവീകരിച്ച് ആധുനിക നിലവാരത്തിലേക്ക് ഉയർത്തിയതാണ് പദ്ധതിയുടെ പ്രത്യേകത. ഈ ജലപാതയുടെ വേരുകൾ തിരുവിതാംകൂർ രാജഭരണകാലത്തേക്കാണ് എത്തുന്നത്. ചരക്ക് നീക്കത്തിനും ഗതാഗതത്തിനുമായി 1824 വള്ളക്കടവ് മുതൽ വർക്കലക്കുന്നുവരെ പ്രധാന കായലുകളെ തമ്മിൽ ബന്ധിപ്പിച്ച് പാർവതി പുത്തനാർ എന്ന ജലപാത നിർമ്മിച്ചിരുന്നു. അന്നത്തെ തിരുവിതാംകൂർ റീജന്റായിരുന്ന ഗൗരി പാർവതി ഭായിയുടെ പേരിലാണ് ജലപാതയ്ക്ക് ഈ പേര് വന്നത്. വേളി കായലിനെയും കഠിനംകുളം കായലിനെയും ബന്ധിപ്പിച്ചാണ് നിർമ്മാണം ആരംഭിച്ചത്. എന്നാൽ വർക്കലക്കുന്ന് കടക്കുന്നത് വലിയ സാങ്കേതിക വെല്ലുവിളിയായിരുന്നു. അതിനെ മറികടക്കാനായി 1876 ശിവഗിരിയിലും ചിലക്കൂരിലും 2 തുരങ്കങ്ങൾ നിർമ്മിച്ചു. ഇതാണ് വർക്കല തുരപ്പ് എന്നറിയപ്പെടുന്നത്. 1960 വരെ ഈ തുരങ്കങ്ങൾ ഗതാഗതത്തിനായി ഉപയോഗിച്ചിരുന്നുവെങ്കിലും പിന്നീട് വെള്ളവും ചെളിയും നിറഞ്ഞ് ഉപയോഗശൂന്യമായി. 2006-2007 കാലഘട്ടത്തിൽ ശുചീകരണവും ജലനിരപ്പ് ക്രമീകരണവും നടത്തി ചെറിയ വള്ളങ്ങൾക്കായി താൽക്കാലികമായി തുറന്നു. അന്ന് മുഖ്യമന്ത്രിയായിരുന്ന VS അച്യുതാനന്ദൻ ശിവഗിരി തുരങ്കം വഴി ബോട്ട് യാത്ര നടത്തുകയും ചെയ്തു. തുടർന്ന് ഇത് പൂർണ്ണമായി നവീകരിച്ച് സ്ഥിരമായ ഗതാഗത യോഗ്യമായ പാതയാക്കണമെന്ന ആശയം ശക്തമായി ഉയർന്നു. 2018 സംസ്ഥാന സർക്കാർ വെസ്റ്റ് കോസ്റ്റ് കനാൽ പദ്ധതി ഔദ്യോഗികമായി ആരംഭിച്ചു. 2021-2022 കാലയളവിൽ കോവളം ബേക്കൽ കനാലിന്റെ മാസ്റ്റർ പ്ലാൻ രൂപീകരിച്ചു. ഭൂമി ഏറ്റെടുക്കൽ, കനാൽ നവീകരണം, പുനരുദ്ധാരണം തുടങ്ങിയ പ്രവർത്തനങ്ങൾ കിഫ്ബി വഴി 2556 കോടി രൂപ അനുവദിച്ചിരുന്നു. ആക്കുളം ചേറ്റുവ പാത ചരക്കു നീക്കത്തിനും ജല ടൂറിസത്തിനും വലിയ ഉത്തേജനം നൽകുമെന്ന് KVIL ഡയറക്ടർ S. സുഹാസ് അഭിപ്രായപ്പെട്ടു. പശ്ചിമതീര ജലപാതയെ 24 മണിക്കൂറും ഗതാഗത യോഗ്യമായ ആധുനിക ജലപാതയായി വികസിപ്പിക്കുകയാണ് സർക്കാരിന്റെ ദീർഘകാല ലക്ഷ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ചരിത്ര പാരമ്പര്യവും ആധുനിക വികസനവും കൈകോർക്കുന്ന പദ്ധതിയായി പശ്ചിമതീര ജലപാത കേരളത്തിന്റെ ഗതാഗത വിനോദസഞ്ചാര മേഖലകളിൽ പുതിയ അധ്യായത്തിന് തുടക്കമിടുന്നതായി വിലയിരുത്തപ്പെടുന്നു. പശ്ചിമതീര ജലപാതയെ 24 മണിക്കൂറും ഗതാഗത യോഗ്യമായ സ്മാർട്ട് സാങ്കേതിക സംവിധാനങ്ങളോട് കൂടിയ ആധുനിക ജലപാതയായി വികസിപ്പിക്കുകയാണ് ദീർഘകാല ലക്ഷ്യം. ഗതാഗതം, ടൂറിസം, പരിസ്ഥിതി സംരക്ഷണം, സാമ്പത്തിക വളർച്ച എന്നിവയെ ഏകോപിപ്പിക്കുന്ന സമഗ്ര പദ്ധതിയായി ഇത് മാറുമെന്നാണ് വിലയിരുത്തൽ. കേരളത്തിന്റെ സമ്പന്നമായ ജലപാത പൈതൃകത്തെ ആധുനിക വികസന ദിശയിലേക്ക് കൈപിടിച്ചുയർത്തുന്ന പദ്ധതിയായി പശ്ചിമതീര കനാൽ പദ്ധതി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.